K24 ലഹരി വിരുദ്ധ യജ്ഞത്തെ അഭിനന്ദിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ലഹരി വിരുദ്ധ സന്ദേശം എല്ലാവരും ഏറ്റെടുക്കണം. സ്കൂൾ കുട്ടികൾക്കിടയിലെ ലഹരി വ്യാപനം തടയാൻ ഫലപ്രദമായി വിദ്യാഭ്യാസ വകുപ്പ് ഇടപെടുന്നുണ്ടെന്നും മന്ത്രി 24നോട് പറഞ്ഞു. അതിലേക്കാണ് നമ്മൾ പോകുന്ന ആ വാക്കുകളിലേക്ക്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമഗ്രമായ പദ്ധതികളും വിവിധ പരിപാടികളുമാണ് ഇത്തവണ സ്കൂളുകളിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരുന്നത്. എന്തായാലും അതിൻ്റെ ഒരു പുരോഗതി എത്രത്തോളം ഉണ്ട് എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയോട് തന്നെ ചോദിക്കാം. എന്നിട്ട് നമ്മൾ പ്രഖ്യാപിച്ച ജൂണിൽ തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഒക്ടോബറിൽ ഒരു സംവാദ പരിപാടി നിശ്ചയിച്ചിട്ടുണ്ട് മന്ത്രി തന്നെ സഭയിൽ പറഞ്ഞു. അതിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അല്ല, ഒരു ടൈം ടേബിൾ വിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ തുറന്നേ ഉള്ളൂ. അതിൽ പ്രധാനമായി നമ്മുടെ സ്കൂൾ അസംബ്ലി ഉണ്ട്, സ്പെഷ്യൽ അസംബ്ലി ഉണ്ട്. അതിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വീടുകളിലെത്തേക്ക് പോയി സംവാദം നടത്തുന്ന പദ്ധതികളുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ഇത് നേരത്തെയൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതിനിപ്പോൾ ഈ അവധിക്കാലം കഴിഞ്ഞ് വന്നിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല. ഇനി വീണ്ടും സജീവമായി ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിലാണ്. അപ്പോൾ ആ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള കമ്മിറ്റികൾ കൂടുന്ന അവസരമാണ് ഇപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും കൂടെ ചേർന്നുകൊണ്ട് ഗവൺമെൻറ് പ്രഖ്യാപിച്ച പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ഒരു ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അതിനോടൊപ്പം തന്നെ നിയമപരമായിട്ടുള്ള വഴികളും പാരലായിട്ട് തന്നെ തേടുന്നതാണ്. എക്സൈസിൻ്റെ ഒരു കണക്കിലും അവരുടെ ഒരു അസസ്മെൻറ്റിലും എല്ലാം ഈ കുട്ടികൾക്കിടയിൽ ലഹരി ഉപയോഗം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. നമ്മൾ പരാതി പട്ടി അടക്കം സ്ഥാപിച്ചിരുന്നു. അപ്പം അതിൽ നിന്നും എല്ലാം കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് അങ്ങനെ ഒരു അസംഷനിലേക്ക് നമുക്ക് അത്ര ഇതിലേക്ക് എത്താറായിട്ടുണ്ട്. പരാതി പട്ടിയൊന്നും എല്ലാ സ്കൂളുകളിലും സ്ഥാപിച്ചിട്ടില്ല. അത് ഒന്നുകൂടെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ പൊതുവിൽ കുറഞ്ഞിട്ടുണ്ടെന്നുള്ള ഒരു വിവരം വന്നിട്ടുണ്ട്. അത് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ്. വലിയ പ്രചണ്ഡമായ ക്യാമ്പയിനാണല്ലോ നടന്നിട്ടുള്ളത്. വലിയ അതിനൊരു വിദ്യാർത്ഥികളെല്ലാം ആ ഒരു പോസിറ്റീവായിട്ട് തന്നെ ആ വിഷയത്തെ സമീപിക്കുന്നുമുണ്ടല്ലോ. അധ്യാപകരും വളരെ പോസിറ്റീവായിട്ടാണ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എന്തായാലും സമീപിച്ചതല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതിലിപ്പോൾ ന്യൂസ് 24 എടുത്തിട്ടുള്ള പബ്ലിക് ക്യാമ്പയിൻ, ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ എടുത്തിട്ടുള്ള പബ്ലിക് ക്യാമ്പയിൻ അത് നന്നായി തന്നെ ഫലം കണ്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് 24ൻ്റെ മൈക്കായതുകൊണ്ട് പറയുന്നതല്ല, അത് ഒരു സമൂഹത്തിൽ വലിയ ചർച്ച ചെയ്യപ്പെട്ടു. അങ്ങനെ എല്ലാ മാധ്യമങ്ങളും കൂടെ കൈകോർത്തിരുന്നെങ്കിൽ വലിയൊരു പ്രസ്ഥാനമായി മാറുമായിരുന്നു. ഇപ്പോൾ തന്നെ ന്യൂസ് 24 എടുത്തിട്ടുള്ള പരിശ്രമത്തെ ഗവൺമെൻറ് അങ്ങേറ്റം അഭിനന്ദിക്കുകയാണ്. വ്യക്തമാണ്. എന്തായാലും സ്കൂളുകളിൽ എക്സൈസിൻ്റെയും എല്ലാം ഒരു നിരീക്ഷണത്തിൽ ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി ഉപയോഗം കുറഞ്ഞു വരുന്നുണ്ട് എന്ന് തന്നെയാണ് കണക്ക്. രഞ്ജിത്തിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. അപ്പോൾ താങ്ക് യു മിനിസ്റ്റർ വി ശിവൻകുട്ടി. 24 ആദ്യഘട്ടത്തിൽ നടത്തിയ K24 യാത്ര, അതിനുശേഷം തയ്യാറാക്കിയ റിപ്പോർട്ട് അത് സർക്കാരിന് സമർപ്പിച്ചു. സർക്കാർ വളരെ ക്രിയേറ്റീവായി ക്രിയാത്മകം ഇടപെട്ടു. പല വകുപ്പുകളിലേക്ക് അത് പോയി. അപ്പോൾ അതിപ്പോൾ ആക്ഷൻ ടേക്കുന്ന അവസ്ഥയിലിരിക്കുകയാണ്. അതെ, സർക്കാരിന്റെ പിന്തുണയോടെയാണ് നമ്മൾ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് പ്രകാരമാണ് നമ്മളും മുന്നോട്ട് നീങ്ങിയത്. സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ 24-നുണ്ട്. അതിന്റെ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കുന്നത്. മന്ത്രി പറയാണ് 24 മൈക്ക് കാണുന്ന വെറുതെ പറയുന്നതല്ല, യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.